ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 14 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് ഡുവാൻ സാൻഷിക്ക് ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊടുത്തത് അത് ഒരു ലവ് ഉണ്ടായിട്ടാണ് എന്നെല്ലാം സാൻഷിക്ക് മനസ്സിലാവുന്നുണ്ട്. നേരെ സാൻഷിയുടെ അച്ഛനും അമ്മയും സാൻഷിയെ കാണാനായി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ നിന്നെ പോകാനായി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം എന്നെല്ലാം പറയുമ്പോൾ സാൻഷി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനും ഡുവാനും ഒരേ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഡുവാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാനായി വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അമ്മയോടും അച്ഛനോടും കൂടി പറയുന്നുണ്ട്. അതേസമയം ഡുവാനാണെങ്കിൽ സാൻഷിയുടെ അടുത്ത് അവളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം പറയാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചതായിരുന്നു. ഡുവാന് ആ ഫ്ലൈറ്റിലൊന്നല്ലായിരുന്നു. അങ്ങനെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എല്ലാം ഒപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഡുവാൻ അല്പനേരം ഒന്ന് മയങ്ങുന്നുമുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡുവാൻ നേരെ സാൻഷിയുടെ വീട്ടിൻ്റെ മുമ്പിലായി വരുന്നുണ്ട്. സാൻഷിയും വരുന്നുണ്ട്. സാൻഷി വരുമ്പോൾ കാണുന്നത് ആ തൂണും ചാരി ഡുവാൻ ഒന്ന് മയങ്ങുന്നതായിരുന്നു. അങ്ങനെ സാൻഷി നേരെ വന്ന് ഡുവാനെ കഴിക്കാനായി ഡ്രിങ്ക്സും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, എനിക്ക് മാത്രം പോരാ, ഇത് ഞങ്ങൾക്ക് 2 പേർക്കുമായി ഷെയർ ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് സാൻഷി അതേ എന്ന് പറയുമ്പോൾ ഡുവാൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നെ സാൻഷി ചോദിക്കുന്നുണ്ട്, ഇന്നലെ നീ ഉറങ്ങിയില്ലേ? അതിന് തിരിച്ചു മറുപടിയായി ഡുവാൻ ഒരു കള്ളമാണ് പറയുന്നത്. ഇല്ല, എനിക്ക് ഒരുപാട് വോക്കുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഡുവാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഡുവാൻ സാൻഷിയെയും കഴിപ്പിക്കുന്നുണ്ട്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ അവർ നേരെ എയർപോർട്ടിൽ എത്തുന്നുണ്ട്. അവരുടെ ഫ്ലൈറ്റ് കുറച്ച് നേരം വൈകി വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ചെറിയ സ്കേർട്ടായത് കാരണം സാൻഷിക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം ഡുവാൻ അവൻ്റെ കോട്ടെല്ലാം ഊരി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഡുവാൻ്റെ ഒരു പഴയ ഫ്രണ്ടും വരുന്നുണ്ട്. എന്നിട്ട് ഡുവാനോട് സംസാരിക്കുന്നുണ്ട്. ഡുവാനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് നല്ല വോക്കെല്ലാമാണ് എന്നെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ആരാ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അല്ല, അതെൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെനിക്കറിയാം, നിന്റെ ഗേൾ ഫ്രണ്ട് പണ്ട് മുതലേ എല്ലാവരും പറയുന്നുണ്ട് ജിയാങ് ആണ് എന്നെല്ലാം. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ജിയാങ്ങോ? അവളൊന്നുമല്ല, അവൾ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ല എന്നെല്ലാം പറയുന്നു. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഫ്രണ്ടിൻ്റെ ഫ്ലൈറ്റ് ആയത് കാരണം അവിടെ നിന്ന് ഫ്രണ്ട് പോകുന്നുണ്ട്. അതേസമയം അവിടെ ഇരുന്ന് സാൻഷി ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ജിയാങ് എന്ന്. അത് കേൾക്കുന്നതും ഡുവാൻ എന്ന് പറയുന്നുണ്ട്, അന്ന് നിന്നെയായിട്ടും എന്നെയായിട്ടും ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പ്രശ്നമുണ്ടാക്കിയില്ലേ, അവളാണ് ജിയാങ്, എനിക്ക് അവളെ ഒന്നും ഒരിക്കലും ഇഷ്ടമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഡുവാൻ ഒരു കാര്യം കൂടി സാൻഷിയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ഒരു പ്രോമിസ് തന്നിട്ടില്ലേ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ അപ്പോൾ നിന്നോട് പറയണമെന്ന്. അത് ഞാൻ നിന്നോട് പറയാതെ വേറെ ആരോടും പറയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതിനിടെ സാൻഷി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അന്ന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് ഓൺലൈൻ ബോയ് ഫ്രണ്ടിനെ കാണാനായി വന്നപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളെ ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ പറയുന്നുണ്ട്, അല്ല, അതെൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ റൂമിലെത്തുന്നുണ്ട്. അവൾ ഡുവാന് ടാറ്റയെല്ലാം കൊടുക്കാനായി അവിടേക്ക് വരുന്നുണ്ട്. അത് കണ്ട് സാൻഷിയുടെ ഫ്രണ്ടും ബാക്കിലിരുന്ന് ഒരു ഗംഭീര ടാറ്റയെല്ലാം പറയുന്നുണ്ട്. അത് കണ്ട് ഡുവാനും അതെല്ലാം പറഞ്ഞ് ഞാൻ പോവുകയാണെന്നെല്ലാം സാൻഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാൻഷിയുടെ ഫ്രണ്ട് വന്ന് സാൻഷിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ 2 പേരും ഒന്നുകൂടി ക്ലോസ് ആയെന്നാണല്ലോ തോന്നുന്നത്. അത് കേട്ട് സാൻഷി പറയുന്നുണ്ട്, അതെനിക്കും തോന്നുന്നത്, പക്ഷേ ഇപ്പോൾ ഡുവാന് എന്നോട് അല്പം എന്തോ ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാൻഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാൻഷിയെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡുവാൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഡുവാന വിവാഹം കഴിഞ്ഞ് ആ തടിയനായ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോടൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് തന്നെയാണ് എന്നെ ഇഷ്ടം എന്നെല്ലാം എനിക്ക് സംശയമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് തന്നെയായിരുന്നു എൻ്റെ കഥയിലും, പക്ഷേ അത് ഞാൻ വൈകി അറിഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ഉണ്ടായില്ല, അതങ്ങനെ തന്നെ
ബ്രേക്കപ്പ് ആയി പോയി എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് ഡുവാൻ പറയുന്നുണ്ട്, നിന്റെ ലവ് സ്റ്റോറി പറയും. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് അല്പം തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്നെല്ലാം പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സംഷി നേരെ ഫുഡ് കഴിക്കാനായി ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതായിരുന്നു. അപ്പോൾ ഡുവാൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്ത ഫ്രൈഡേ നമുക്കൊരു ഫുഡൊക്കെ കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകണം എന്നെല്ലാം പറയുമ്പോൾ സംഷി അതെ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയി സംസാരിച്ചതിന് ശേഷം കോളെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡുവാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചതെല്ലാം അറിഞ്ഞ സംഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ട്, അപ്പോൾ അവൻ ഫ്രൈഡേ നിന്നെ കൺഫേസ് ചെയ്യാൻ വിളിക്കുകയായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട കണ്ണാടി വെച്ച ഫ്രണ്ട് പറയുന്നുണ്ട്, അപ്പോൾ നീ മിങ്ങിനെ ഒഴിവാക്കിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സംഷി പറയുന്നുണ്ട്, അതിനെനിക്ക് മിങ്ങിനെ ഓൾറെഡി ഇഷ്ടമല്ലായിരുന്നു. അവൻ വന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി എന്നെല്ലാം സംഷി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടുത്ത ഫ്രൈഡേ ആയിരുന്നു. ഡുവാൻ വന്ന് വിളിക്കുന്നത് ബാൽക്കണിയിലിരുന്ന് നേരെ സംഷി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സംഷി അവളുടെ ഫ്രണ്ടിനോട് ബൈ ബൈ എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് സന്തോഷിച്ച്. അവരെല്ലാവരും പറയുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് എന്നെല്ലാം അവർ സംഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ ഡുവാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡുവാൻ അന്ന് സംഷിയെ നോക്കി നിന്നു പോകുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അന്ന് സംഷിയെ കാണാൻ. പിന്നെ ഡുവാൻ സംഷിയോട് നേരെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഒരാളെ മീറ്റ് ചെയ്യാനാണ്. അത് കേട്ട് സംഷിക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട്. കാരണം ഡുവാൻ്റെ ഗേൾ ഫ്രണ്ടായി സംഷിയെ കാണിക്കാനായി കൊണ്ടുപോകുകയാണെന്നാണ് സംഷിയുടെ വിചാരം. അങ്ങനെ അവിടെയുള്ളത് ഡുവാൻ്റെ CEO ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചോട്ടെ എന്നെല്ലാം വിചാരിച്ച് ഡുവാൻ ഒരു കോള് വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ CEO സംഷിയോട് പറയുന്നത്, നിനക്കറിയാമായിരുന്നു അന്ന് നീ ഇവിടേക്ക് നിന്റെ ഓൺലൈൻ ബോയ് ഫ്രണ്ടിനെ കാണാനായി വന്നില്ലായിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡായിരുന്നു ഡുവാൻ്റെ കൂടെ വരാനിരുന്നത്. അദ്ദേഹത്തിന് വരാതിരിക്കാൻ ഒരു റീസൺ ഉണ്ടായത് കാരണമാണ് അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. അവനന്ന് നല്ല പനിയായിരുന്നു. അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സംഷിക്ക് അന്ന് നടന്ന കാര്യമെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് ഡുവാൻ നേരെ അവൻ്റെ ഫ്രണ്ട്സുമായി സംഷിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഫ്രണ്ട്സിനെ ഓരോരുത്തരും സംഷിക്ക് പരിചയപ്പെട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വന്ന കാരണം സംഷിയുടെയും ഡുവാൻ്റെയും പ്രൈവസി പോകുമെന്ന് കരുതി ഡുവാൻ നേരെ അവിടെ നിന്ന് പോകുമ്പോൾ അവരെന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് എന്നെല്ലാമാണ് ഡുവാൻ പറയുന്നത്. അങ്ങനെ പുറത്തു വന്നതിന് ശേഷം ഡുവാനോട് സംഷി പറയുന്നുണ്ട്, അന്ന് നടന്ന കാര്യമെല്ലാം ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം എന്താണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അതൊക്കെ ഭാവിയിലേക്ക് നല്ലതാണ് എന്നെല്ലാം പറയുമ്പോൾ സംഷിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അതിനിടെ ഡുവാൻ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു സിനിമ കാണാൻ പോയാലോ. അത് കേട്ട് സംഷി പറയുന്നുണ്ട് അതേ. അങ്ങനെ അവർ രണ്ടുപേരും ഫിലിം കാണാൻ പോകുമ്പോൾ സംഷിക്ക് ഒരു ഡ്രിങ്ക്സ് വാങ്ങി കൊടുക്കുമ്പോഴാണ് അതിൽ മിൽക്കുള്ളതായി സംഷി പറയുന്നുണ്ട്, എനിക്ക് മിൽക്കുള്ളത് അലർജിയാണ്. അത് കേൾക്കുന്നത് സംഷി അല്പം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം സംഷിയുടെ മുഖം ആകെ റാഷസ് എല്ലാം പൊന്തിയിരിക്കുന്നത് ഡുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ നേരെ സംഷിയെ കൂട്ടി മെഡിസിൻ എല്ലാം വാങ്ങി സംഷിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഡുവാൻ നേരെ അവൻ്റെ സിഇയോടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ എൻ്റെ കൂടെ വന്നപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നിങ്ങളായിട്ടൊന്ന് മാറ്റിത്തരുമോ എന്നെല്ലാം വന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് CEO പറയുന്നുണ്ട്, ഞാൻ നാളെ നിൻ്റെ കൂടെ ഫുഡ് കഴിക്കാനായി വന്നിട്ട് മാറ്റിത്തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഡുവാൻ വന്ന് പറയുന്നുണ്ട്, ഒന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പറയുമ്പോൾ അത് കാരണം CEO പറയുന്നുണ്ട്, ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നാളെ പറയുകയുള്ളൂ, നീ പേടിക്കണ്ട, നീ പോയിക്കോ എന്നെല്ലാം പറയുന്നുണ്ട് ഡുവാനോട്. ഇതെല്ലാമാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 14th എപ്പിസോഡിലുള്ളത്.